നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ കണ്ണാറയിൽ നിന്നും ഒരപ്പൻകെട്ടിലേക്ക് പ്രഭാത സവാരി നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM പങ്കാളിത്തവും നേതൃത്വവും വ്യക്തമാക്കണമെന്ന് BJP നേതാവ് MT രമേശ്. തൃശൂർ ഇൻഡോർ തോപ്പ് സ്റ്റേഡിയത്തിൽ നവംബർ 22-23 തീയതികളിൽ പെറ്റ് ഫാഷൻ ഷോ നടക്കും. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂല സ്ഥാനത്തേക്ക് കാർ ഇടിച്ചു കയറ്റി. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണാറയിൽ നിന്ന് നവീകരണം നടക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രമായ ഒരപ്പൻകെട്ടിലേക്ക് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ പ്രഭാത സവാരി നടത്തി. 22-ാം തീയതി കാലത്ത് 7 മണിക്ക് കണ്ണാറയിൽ നിന്ന് ആരംഭിച്ച് ഒരപ്പൻകെട്ട് പദ്ധതി പ്രദേശത്തേക്ക് പ്രഭാത സവാരി നടത്തിയത് പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, KV അനിത, ഗ്രീഷ്മ, ജില്ലാ പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥി PS വിനയൻ, CPIM ലോക്കൽ സെക്രട്ടറി സുജിത് VS തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തകർ ഉൾപ്പെടെയാണ്. അതിന് മാത്രമായിട്ടൊരു ടൂറിസ്റ്റ് കോറിഡോർ, അതിൻ്റെ അനുബന്ധമായിട്ടുള്ള വാഴാനിയും ചിമ്മിനിയും ഒക്കെ നമുക്ക് വീണ്ടും കൂട്ടിയോജിപ്പിക്കാം. പക്ഷേ കൊല്ലൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം ഒരു ദിവസം പൂർണ്ണമായി സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തിൽ പ്രത്യേക വാഹനങ്ങൾ അറേഞ്ച് ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു ടൂറിസ്റ്റ് കോറിഡോർ, അവിടേക്കുള്ള യാത്രയുടെ എല്ലാ റോഡും BMBC ആക്കുന്ന വിധത്തിലുള്ള ആസൂത്രണം ജനപ്രതിനിധികൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM പങ്കാളിത്തവും നേതൃത്വവും വ്യക്തമാക്കണമെന്ന് BJP നേതാവ് MT രമേശ്. മുഖ്യമന്ത്രി തുടരുന്ന മൗനവും നിസ്സംഗതയും ദുരൂഹമാണ്. ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് കൈ കഴുകാനാണ് CPM ശ്രമിച്ചത്. ദേവസ്വം ബോർഡിന് ആദ്യമായി ക്ലീൻ ചിറ്റ് നൽകിയത് മുഖ്യമന്ത്രിയാണ്. കടകംപള്ളിയെ കൂടാതെ ഉന്നതരായിട്ടുള്ള മറ്റു പലർക്കും കേസിൽ പങ്കുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് ഇതിൽ ബന്ധമുണ്ട്. VN വാസവനെയും കടകംപള്ളിയെയും SIT ചോദ്യം ചെയ്യണം. VN വാസവനെ അറസ്റ്റ് ചെയ്യണമെന്നും MT രമേശ് തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമലയിൽ അവിടുത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ പങ്കാളിത്തവും നേതൃത്വവും ഒന്നിനു പുറകെ ഒന്നായി വ്യക്തമായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കാണിക്കുന്ന മൗനവും നിസ്സംഗതയും അങ്ങേയറ്റം ദുരൂഹമാണ്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലുള്ളത്. ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലാകുന്നു. ആ രണ്ടുപേരും CPM-ന്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരുമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനി CPM-ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. CPM-ന്റെ നേതൃത്വത്തിന്റെ ഒരു വിശദീകരണ കുറിപ്പ് ഇന്നലെ നാം മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി. ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നതിൽ ഇവർക്ക് തെറ്റുപറ്റി എന്ന് കൈകഴുകുന്ന സമീപനമാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടം മുതൽ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം വീഴ്ചയല്ല. ഇതിനു പുറകിൽ ദേവസ്വം ബോർഡിന്റെ പങ്കാളിത്തം, ആ കാലഘട്ടത്തിൽ ദേവസ്വത്തിന്റെ ചുമതല വഹിച്ച മന്ത്രിമാരുടെ പങ്കാളിത്തം, ഇതിനെല്ലാം ഉപരി CPM-ന് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്ന് ഞങ്ങൾ ആരോപിച്ചിരുന്നു. അതുകൊണ്ട് ശബരിമല കൊള്ളയുടെ ഗൂഢാലോചന നടന്നത് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തല്ല, AKG സെന്ററിലാണ് എന്ന് ഇപ്പൊ ബോധ്യമാവുകയാണ്. അതുകൊണ്ടാണ് ആദ്യഘട്ടം മുതലേ പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ഈ വിഷയം ഉയർന്നു വന്നപ്പോ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ആദ്യത്തെ പ്രതികരണം അത് കേവലം ഉദ്യോഗസ്ഥ വീഴ്ചയാണ്, ദേവസ്വം ബോർഡിന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല എന്ന് ദേവസ്വം ബോർഡിന് ആദ്യമായിട്ട് ക്ലീൻ ചിറ്റ് നൽകിയത് മുഖ്യമന്ത്രിയാണ്.
അന്ന് തന്നെ അത് സംബന്ധിച്ച് പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. SITയുടെ അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പേ എന്തിനാണ് ദേവസ്വം ബോർഡിന് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയത് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പൊ നമുക്ക് ലഭ്യമാകുന്നത്. മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു അന്വേഷണം ദേവസ്വം ബോർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഖാന്തരം CPMലേക്കും ആത്യന്തികമായി മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം എത്തുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ആദ്യഘട്ടം മുതലേ SITയോട് നിങ്ങൾ ദേവസ്വം ബോർഡിനെ കുറിച്ച് അന്വേഷിക്കണ്ട എന്ന് പറയാതെ പറയാൻ മുഖ്യമന്ത്രി തയ്യാറായത്. ഇതിൽ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ SITയുടെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോ ആ ഇടക്കാല റിപ്പോർട്ട് പരിശോധിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ പങ്കാളിത്തവും അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായിട്ട് വിഗ്രഹമോഷണ സംഘവുമായിട്ട് ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിനുള്ള ബന്ധത്തെ കുറിച്ച് കൂടി അന്വേഷിക്കണം എന്ന് ഹൈക്കോടതിയാണ് പറഞ്ഞത്. അതിനുശേഷമാണ് SIT കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചത്. അന്ന് ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം ഇത് ചുമത്തി ഈ അന്വേഷണം അവസാനിപ്പിക്കാനായിരുന്നു SITയുടെ ഉദ്ദേശം. ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ടാണ് SITക്ക് അത് സാധിക്കാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ആദ്യം തന്നെ ഈ SITക്ക് നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം ചുമത്താനായിരുന്നു. ഇപ്പൊ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ഇന്നിപ്പോ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2018-19 കാര്യങ്ങളാണ് ഇപ്പോ വാർത്തയായി വന്നിട്ടുള്ളത്. പക്ഷെ 2015 18ാം പടി അളക്കിക്കൊണ്ടുപോകാനൊരു ശ്രമം നടന്നിരുന്നു ശബരിമലയിൽ എന്ന വാർത്ത ഇപ്പൊ പുറത്തു വന്നു. അപ്പോ 2009 ശേഷം ശബരിമലയിൽ UDFന്റെയും LDFന്റെയും കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നിപ്പോ ബോധ്യമാവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇപ്പോ വാസുവും പത്മകുമാറും അറസ്റ്റിലായി. ഈ വാസുവും പത്മകുമാറും സ്വമേധയാ ഈ തീരുമാനമെടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നിട്ടുള്ളത് SITയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പത്മകുമാർ അധ്യക്ഷത വഹിച്ച ദേവസ്വം ബോർഡ് യോഗത്തിൽ ചെമ്പാണ്, ഈ സ്വർണ്ണപ്പാളികളല്ല, ഇത് ചെമ്പുപാളികളാണ് എന്ന് രേഖപ്പെടുത്താൻ പത്മകുമാർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഒരു സാമാന്യ ലോജിക്ക് ഞങ്ങൾ ചോദിക്കുന്നത്, ശബരിമലയെ പോലെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ ഇതുപോലെയുള്ള വിഷയത്തിൽ അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡിന് പ്രസിഡന്റ് തയ്യാറാകുമോ? അതിന് മേലെയുള്ള ആരെങ്കിലും സഹായമില്ലാതെ പത്മകുമാർ തയ്യാറാകുമോ? പത്മകുമാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡ് മന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്, ഞാൻ ഇതിലൊന്നും ഇടപെടാറില്ല, ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളൊന്നും ഇടപെടാറില്ല. പക്ഷെ 2018-2019 കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ എല്ലാ തീരുമാനങ്ങളും നാം പുറം ലോകം പറഞ്ഞത് ദേവസ്വം ബോർഡ് മന്ത്രിയിലൂടെയാണ്, ദേവസ്വം മന്ത്രിയിലൂടെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം മന്ത്രിയാണ് പരിചയപ്പെടുത്തിയത് എന്ന് N. വാസുവിന്റെയും പത്മകുമാറിന്റെയും മൊഴിയിലുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് നമ്മളെ കാണിക്കുന്നത്. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 994 പോയിന്റുകളോടെ ഇരിങ്ങാലക്കുട ഉപജില്ല കലാകിരീടം ചൂടി. 950 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല രണ്ടാമതും 942 പോയിന്റുകളുമായി കുന്നംകുളം ഉപജില്ല മൂന്നാമതുമെത്തി. UP വിഭാഗം ഓവറോൾ ഫസ്റ്റ് തൃശൂർ ഈസ്റ്റ് ഉപജില്ല 175 പോയിന്റോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. UP വിഭാഗം ഓവറോൾ 173 പോയിന്റ് നേടി കുന്നംകുളം, ഇരിങ്ങാലക്കുട ഉപജില്ലകൾ രണ്ടാം സ്ഥാനം നേടി. UP ജനറൽ ബെസ്റ്റ് സ്കൂളായി 50 പോയിന്റോടെ ചാലക്കുടി കാർമൽ HSS കരസ്ഥമാക്കി. HS ജനറൽ ഓവറോൾ ഫസ്റ്റ് 406 പോയിന്റോടെ തൃശൂർ വെസ്റ്റും 401 പോയിന്റോടെ ഇരിങ്ങാലക്കുട ഉപജില്ലയും കരസ്ഥമാക്കി. HS ബെസ്റ്റ് സ്കൂളായി 178 പോയിന്റോടെ മതിലകം സെന്റ് ജോസഫ് HSS കരസ്ഥമാക്കി. HSS ജനറൽ ഓവറോൾ ഫസ്റ്റ് 420 പോയിന്റോടെ ഇരിങ്ങാലക്കുട ഉപജില്ല, 391 പോയിന്റോടെ വലപ്പാട് ഉപജില്ലയും കരസ്ഥമാക്കി. വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ HSS ജനറൽ ഓവറോൾ ബെസ്റ്റ് സ്കൂളായി.
ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന സ്കൂൾ ജില്ലാ കലോത്സവത്തിലെ പ്രധാന ഇനമായ മലയാള നാടകത്തിൽ നാടകപ്പാട്ടിന്റെ കലാകാരന്മാർ ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ മിഥുൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ അജോയ് ടി സി എന്നിവർ മികച്ച നടന്മാർക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കി. ചാവക്കാട് കുന്നംകുളം സബ് ജില്ലാ തലത്തിൽ പാലുവായ് സെന്റ് ഫ്രാൻസിസ് യു പി സ്കൂളിലെ നന്ദഗോപാലൻ, ഭക്തി എന്നീ വിദ്യാർത്ഥികൾ മികച്ച നടനും നടിയുമായി. കഴിഞ്ഞ വർഷത്തെ കുന്നംകുളം സബ് ജില്ലയിൽ യു പി വിഭാഗത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വാതിക്കിന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ഡി സോൺ നാടക മത്സരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം വിവേകാനന്ദ കോളേജിലെ ശരത് കരസ്ഥമാക്കിയിരുന്നു. മറ്റം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാടകപ്പാട്ടിന്റെ ആർട്സ് അക്കാദമിയിലെ അഭിനയ വിഭാഗം വിദ്യാർത്ഥികളാണ് ഇവർ. നാടകം, പാട്ട്, ചിത്രരചന, മോണോ ആക്ട്, നൃത്തം എന്നിവയിൽ പരിശീലനം നൽകുകയും വേദി ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് നാടകപ്പാട്ടറൈ. ആർട്സ് അക്കാദമി സജീഷ് ചന്ദ്രൻ, തുളസി സജീഷ് തുടങ്ങിയവരാണ് നാടകപ്പാട്ടറയ്ക്ക് നേതൃത്വം നൽകുന്നത്. പ്രമുഖ നാടക പ്രവർത്തകരായ അനീഷ് ആളൂർ, നവീൻ പൈനിത്തടം തുടങ്ങിയവരാണ് നാടക അഭിനയ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഓരോ ഇനത്തിനും പ്രശസ്തരായ അധ്യാപകരുടെ ക്ലാസുകളും നാടകപ്പാട്ടറയിൽ ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് നിൽക്കാൻ പറ്റണില്ല. നമ്മളൊക്കെ പെരുമഴയൊക്കെ നിൽക്കാണ്ട, മുൾക്കാടുകളിലൂടെ ഇടങ്ങി നടക്കാണ്ട. എനിക്ക് ഇലത്താളം മുഴക്കണം. ഇലത്താളത്തിന്റെ മുഴക്കത്തിൽ ജാതിയുടെ ആകാശങ്ങൾ ഇടിഞ്ഞു വീണം. തൃശൂർ തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നവംബർ 22 വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ പെറ്റ് ഫാഷൻ ഷോ അരങ്ങേറി. നെയ്മർ സിനിമയിലെ പ്രധാന കഥാപാത്രമായ റാംബോ, ഏത് ശ്വാനന്മാരെ നിയന്ത്രിക്കാൻ കഴിവുള്ള രഞ്ജു എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ ഉണ്ടായിരുന്നു. റാം 2025 ഷോയിൽ 30 വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ശ്വാനന്മാരും പരിപാലിക്കുന്നവരും മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് റാമ്പിലിറങ്ങി. 23-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 10 മണി വരെ ഡോഗ് ഷോ നടക്കും. 30ഓളം വ്യത്യസ്ത ജനുസുകളിൽപ്പെട്ട ഗോൾഡൻ റിട്രീവർ, ലാബ്രഡോർ, സൈബീരിയൻ ഹസ്കി, അമേരിക്കൻ ബുള്ളി, പിറ്റ്ബുൾ, അമേരിക്കൻ സ്റ്റഫോർഡ് ടെറിറ്റർ, ജർമ്മൻ ഷെപ്പേർഡ്, രാജപാളയം, കന്നി, കോക്കർ സ്പാനിയൽ, ചൗചൗ, ഷീറ്റ്സു, ഫ്രഞ്ച് ബുൾഡോഗ്, ബ്രിട്ടീഷ് ബുൾഡോഗ്, ഡാഷ് ഹണ്ട്, ഗ്രേറ്റ് ഡെയിൻ, സെന്റ് ബെർണാർഡ്, ജാക്ക് റസൽ ടെറിയർ, റോട്ട്വീലർ, മിൻപിൻ, ചിഫുവാഹുവ, പഗ്, ബുൾ മാസ്റ്റിഫ്, ഡോബർമാൻ, പൊമേറിയൻ എന്നീ ഇനങ്ങളിൽപ്പെട്ട 500-ൽ പരം സ്വദേശിയും വിദേശിയുമായ ശ്വാനന്മാർ പങ്കെടുക്കുന്നു. മുൻകൂട്ടി രജിസ്ട്രേഷൻ ആവശ്യമാണ്. പ്രത്യേക പരിശീലനം ആവശ്യമില്ല. അംഗീകരിക്കപ്പെടുന്ന ജനുസുകൾ ആയിരിക്കണം. ഡോഗ് ഷോ കാണാൻ വരുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത് 5 ഭാഗ്യവാന്മാർക്ക് ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകും. ഉദ്ഘാടന സമാപന യോഗങ്ങളിൽ എക്സിക്യൂട്ടീവ് മാനേജർ ബർസാർ, തൃശൂർ സെന്റ് തോമസ് കോളേജ് ഫാദർ ബിജു ജോൺ പാണങ്ങാടൻ, ജോൺ ആലുക്ക, ജോൺ പോൾ നെല്ലങ്കര, പ്രസിഡന്റ് തൃശൂർ കെന്നൽ ക്ലബ്ബ്, മാർട്ടിൻ CI സെക്രട്ടറി, സോജൻ P ജോൺ, റിജോ ജോസ്, പിൻഡോ എന്നിവർ പങ്കെടുത്തു. പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസലിക്കയിൽ 100ാം പ്രതിഷ്ഠാ തിരുനാൾ നവംബർ 27, 28, 29, 30, ഡിസംബർ 1 തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ജോയ് കോമ്പാറക്കാരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാൾ ദിനം 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് അതിരൂപത സഹായമെത്രാൻ മാർ ടോണെ നീലങ്കാവിൽ കാർമ്മികത്വം വഹിക്കും. 3 മണിക്ക് നൊവേന, മാതാപാത, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബസലിക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രലിലേക്ക് തിരുനാൾ പ്രദക്ഷിണം, 6:30 ലൂർദ് കത്തീഡ്രലിൽ നിന്ന് ബസലിക്കയിലേക്ക് വ്യാകുലം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് 6:30 മ്യൂസിക് ബാൻഡ് മേളം,
വർണ്ണമഴ എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ബസിലിക്ക റെക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി, ജോസ് ആലപ്പാട്ട്, ജോയ് കോമ്പാറക്കാരൻ, സൈമൺ ചാക്കോള എന്നിവർ പങ്കെടുത്തു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് കാർ ഓടിച്ചു കയറ്റി. ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. കാർ ഓടിച്ചു കയറ്റിയത് വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണമുള്ള സ്ഥലത്തേക്കാണ്. തൃശൂർ ചെമ്പുക്കാവ് തൃപ്പൂണിത്തറ സ്വദേശികളായ 2 പുരുഷന്മാരും 1 സ്ത്രീയും വാഹനം ഓടിച്ചിരുന്ന തൃപ്പൂണിത്തറ സ്വദേശി മദ്യപിച്ചിരുന്നതായി പോലീസ് ശ്രീമൂലസ്ഥാനത്ത് കാർ കണ്ടെത്തിയവരാണ് വിവരമറിയിച്ചത്. പോലീസ് എത്തി കാറിൽ ഉണ്ടായിരുന്നവരെയും കാറും കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കാർ ഓടിച്ച ആൾക്കെതിരെ കേസെടുത്തു. വാഹനം വിട്ടയച്ചു. വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്തിന് ചുറ്റും വാഹനങ്ങൾ കയറ്റാതിരിക്കാൻ വരമ്പ് കെട്ടിയിട്ടുണ്ട്. ഈ വരമ്പ് ചാടിക്കടന്നാണ് കാർ ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തിയത്. ശ്രീമൂലസ്ഥാനത്തേക്ക് കാർ ഓടിച്ചു കയറ്റിയത് അറിയാത്തതിനാലാണെന്ന് കാറിലുണ്ടായിരുന്നവർ പോലീസിനോട് പറഞ്ഞു. സംഭവത്തിൽ ക്ഷേത്രം മാനേജ്മെന്റ് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയിൽ നിന്നും ഫെലോ ഓഫ് ദി
റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി ബഹുമതി ലഭിച്ച് പ്രൊഫസർ പ്രദീപ് സി പരമേശ്വരൻ. കെമിക്കൽ സയൻസിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഗവേഷണ പ്രബന്ധങ്ങൾ, പേറ്റന്റുകൾ, മറ്റു സംഭാവനകൾ പരിഗണിച്ച് ഉന്നത നിലവാരം പുലർത്തുന്നവർക്ക് നൽകി വരുന്ന ബഹുമതിയാണിത്. വരവൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, വടക്കാഞ്ചേരി വ്യാസ കോളേജ്, തൃശൂർ സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിലെ പഠനത്തിനു ശേഷം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും ഇംഗ്ലണ്ടിലെ ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചും പൂർത്തിയാക്കി. ഇന്റർനാഷണൽ ജേണലുകളിൽ 100-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഡീൻ ഓഫ് അക്കാഡമിക്സ്, സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസ് ചെയർ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. വരവൂർ ചുള്ളിക്കാട്ടിൽ പരേതനായ പരമേശ്വരൻ നായരുടെയും ചങ്കരത്ത് പുത്തൻ വീട്ടിൽ വിജയലക്ഷ്മി അമ്മയുടെയും മകനാണ്. ഭാര്യ ലിഷ്മ, മക്കൾ നീരവ്, നിയ എന്നിവരാണ്. കലോത്സവ വേദികളിലെ മിമിക്രി മത്സരത്തിന്റെ വിധി നിർണയത്തിന് നിയോഗിക്കപ്പെടുന്നവർ മിമിക്രി കലാകാരന്മാർ തന്നെയായിരിക്കണമെന്ന് തൃശൂരിലെ മിമിക്രി കലാകാരന്മാരുടെ കൂട്ടായ്മയായ മാറ്റ് ആവശ്യപ്പെട്ടു. മിമിക്രിയുമായി ബന്ധമില്ലാത്ത ആളുകൾ മിമിക്രി മത്സരത്തിന്റെ വിധി നിർണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഈ ആവശ്യം. മിമിക്രി മത്സരങ്ങൾക്ക് വിധി നിർണയം നടത്താൻ രംഗത്ത് അനുഭവ സമ്പത്തും അംഗീകാരവുമുള്ള ഒട്ടേറെ മിമിക്രി കലാകാരന്മാർ ഉണ്ട്. മിമിക്രി എന്ന കലയോടും കലാകാരന്മാരോടും കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരള സാംസ്കാരിക വകുപ്പിനും വിദ്യാഭ്യാസ വകുപ്പിനും മറ്റ് അധികാരികൾക്കും പരാതി സമർപ്പിക്കാൻ മാറ്റ് സംഘടന തീരുമാനിച്ചു. മത്സരവേദികളിൽ ശബ്ദാനുകരണ കല മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ ആവശ്യമായ ശബ്ദ സംവിധാനവും അനുയോജ്യമായ വേദിയും നൽകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. മരത്താക്കര മേരി ഇമാക്കുലേറ്റ് ചർച്ച് പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 114-ാം തിരുനാൾ 28, 29, 30 തീയതികളിൽ ആഘോഷിക്കുന്നു. നവംബർ 21-ന് ഒല്ലൂർ ഫൊറോന വികാരി ഫാദർ വർഗീസ് കുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. 23-നാണ് തിരുനാൾ. ഇരുമ്പുപാലം തുരുത്തിക്കാട്ടിൽ ഏലിയാമ്മ എന്ന പെണ്ണമ്മ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. ജോളി, ജൂലി എന്നിവർ മക്കളും സോളമൻ, ജെയിൻ എന്നിവർ മരുമക്കളുമാണ്. ചീനിക്കടവ് കളപ്പുരയ്ക്കൽ ഭാസ്കരൻ ഭാര്യ ലളിത അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. മക്കൾ രതീഷ്, അഭിലാഷ് എന്നിവരാണ്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളും സ്റ്റേഷൻ റൌഡികളും സഹോദരങ്ങളുമായ കുഞ്ഞൻ സായൂജിനെ തമിഴ്നാട് തിരുപ്പൂരിൽ നിന്ന് വാവ ബിനോജിനെ ചന്ദ്രാപിന്നിയിൽ നിന്നും പോലീസ് പിടികൂടി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SI ഋഷിപ്രസാദ്, GSI മണികണ്ഠൻ, പ്രദീപ്, GASI വിപിൻ, GSCPയുമാരായ സുനിൽകുമാർ, ബിജു, ജ്യോതിഷ്, CPO ഷിജു, സുർജിത് സാഗർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ കണ്ണാറയിൽ നിന്നും ഒരപ്പൻകെട്ടിലേക്ക് പ്രഭാത സവാരി നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM പങ്കാളിത്തവും നേതൃത്വവും വ്യക്തമാക്കണമെന്ന് BJP നേതാവ് MT രമേശ്. തൃശൂർ ഇൻഡോർ തോപ്പ് സ്റ്റേഡിയത്തിൽ നവംബർ 22, 23 തീയതികളിൽ പെറ്റ് ഫാഷൻ ഷോ നടക്കും. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂല സ്ഥാനത്തേക്ക് കാർ ഇടിച്ചു കയറ്റി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.